നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പോലീസ് തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉമേഷ് വിവരങ്ങളുമായി കൂടി ചേർന്നുകൊണ്ടിരിക്കുന്നു. ഉമേഷ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ട് സഹായികളുമായിട്ടാണ് ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ എത്തുന്നത്. ഒരുപക്ഷെ അഭിഭാഷകരാകാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സുഹൃത്തുക്കളായിരിക്കാം. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ACPമാർ, ആദ്യം ഒരു ACP ആണ് ചോദ്യം ചെയ്യലിൽ ഉണ്ടാവുക എന്നറിയുന്നത്, പിന്നീട് ഒരു ACP കൂടി എത്തുകയാണ്. ഈ രണ്ട് ACPയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ, സാന്നിധ്യത്തിലുള്ള ചോദ്യം ചെയ്യൽ എന്തൊക്കെയാണ് സൂചനകൾ നൽകുന്നത്? ഉമേഷ്. അജിംഷാദ്, ഇതിനെ ഗൗരവമായി തന്നെ, ഈ ഷൈൻ്റെ ഓടിയ സാഹചര്യം അതിനെ വളരെ ഗൗരവമായി തന്നെ പോലീസ് കാണുന്നു എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, ഈ സെൻട്രൽ ACP ജയകുമാർ, അദ്ദേഹമാണ് ആദ്യം തന്നെ ഇവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാവുക എന്ന് നേരത്തെ വ്യക്തമായിരുന്നു. അതിന് കാരണം ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം അത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. ആ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ആ ഭാഗത്തിൻ്റെ ചുമതല അത് എറണാകുളം അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ മേഖലയാണ്. അദ്ദേഹത്തിൻ്റെ കൂടി അധികാര പരിധിയിൽപ്പെട്ട ആ പ്രദേശത്ത് ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനാണ് ഈ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചോദ്യം ചെയ്യൽ നടത്താൻ തീരുമാനിച്ചത്. ഈ കേസിനെ ഗൗരവമായി കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ഷൈനോട് ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം തയ്യാറെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നാർക്കോട്ടിക് സെൽ ACP വരുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഷൈൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞത്. ഈ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയൊക്കെ ചുമതല നാർക്കോട്ടിക് സെൽ ACPക്കാണ്, അബ്ദുൾ സലാം. അതുകൊണ്ടാണ് ഈ ഷൈനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം കൂടി വരാൻ തീരുമാനിച്ചത്. ആ സാഹചര്യത്തിലാണ് ഈ രണ്ട് ACPമാരുടെ കീഴിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാഹചര്യം അതാണ്. ആദ്യം വന്നത് എറണാകുളം ACP ആണ്, പിന്നീട് ഷൈൻ ടോം ചാക്കോ കൃത്യം 10 മണിക്ക് എത്തുന്നു, പിന്നാലെ നാർക്കോട്ടിക് സെൽ ACPയും വരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേരുടെയും ചോദ്യങ്ങൾ ഏതാണ്ട് ഒന്നായിരിക്കാം. കാരണം ഒരേ സാഹചര്യമാണ്. ഈ ഒരു പരിശോധന നടക്കുമ്പോൾ, സിറ്റി പോലീസിൻ്റെ പരിശോധന നടക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനു വേണ്ടി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. പക്ഷേ രണ്ടുപേരും ആ ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ആ കേസിൻ്റെ ഗൗരവം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരം നടപടിയിലേക്ക് പോലീസ് പോയിട്ടുള്ളത്. ഏതാണ്ട് ഷൈൻ എത്തി ഇപ്പോൾ 3/4 മണിക്കൂറാകുന്നു. ചോദ്യം ചെയ്യൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം സഹായികളുണ്ട്, അഭിഭാഷകനടക്കം ഉണ്ട്. അവരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്യലിനെ നേരിടാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പോലീസ് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം, അല്ലെങ്കിൽ എങ്ങനെ പോലീസിന് തൃപ്തികരമായ വിശദീകരണം നൽകാം എന്നത് സംബന്ധിച്ചൊക്കെ ഒരു ധാരണ അഭിഭാഷകരിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ശേഷം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഷൈൻ കൃത്യമായ ഉത്തരം നൽകി ഈ അന്വേഷണവുമായി സഹകരിച്ചു പോവുകയാണെങ്കിൽ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ വേഗം കഴിഞ്ഞേക്കാം. അതല്ല, കൃത്യമായ തൃപ്തികരമായ ഉത്തരം ഷൈൻ നൽകാതെ വീണ്ടും സങ്കീർണമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ചോദ്യം ചെയ്യൽ വൈകാനും ഇടയുണ്ട്. എത്ര വൈകിയാലും അറസ്റ്റ് അടക്കം അങ്ങനെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അങ്ങനെ ഒരു പരാതിയോ കേസോ ഒന്നും തന്നെ നിലവിലില്ല. ഈ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ആ ദുരൂഹമായ സാഹചര്യം, ആ സംശയം, അത് നീക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അത്തരം സാഹചര്യങ്ങൾ, സംശയാസ്പദമായ സാഹചര്യങ്ങളിലെ ഒരു വ്യക്തത, അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അത്തരം ചോദ്യങ്ങളാണ് പോലീസിൻ്റെ പക്കലുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഷൈന് നേരെ ഉണ്ടാകുന്നു. ഷൈൻ അതിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ചോദ്യം ചെയ്യൽ ക്യാമറയിൽ പകർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസിൽ ഉൾപ്പെട്ട ഒരു ക്യാമറയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും നേരത്തെ തന്നെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ചോദ്യം ചെയ്യൽ ക്യാമറയിലടക്കം പകർത്തുന്നുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. അജിംഷാദ്. തീർച്ചയായും. കാരണം ഈ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട ചോദ്യം ചെയ്യലുകളൊക്കെ ഇത്തരത്തിൽ ക്യാമറയിൽ പകർത്തുന്ന ഒരു രീതിയുണ്ട്. കാരണം ഒരു ആധുനിക സംവിധാനത്തിൻ്റെ ഭാഗമായി പോലീസിൽ അപ്പോൾ സ്വാഭാവികമായി ഇത്രയും നിർണായകമായ ശ്രദ്ധ ഉള്ള ഒരു കേസ് എന്ന നിലയിൽ തീർച്ചയായും ഈ ചോദ്യം ചെയ്യൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടാകും. തീർച്ചയായും ഈ രണ്ട് ACP ഉമേഷ് സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നു എന്നത് മാത്രമല്ല, പല വിധത്തിലുമുള്ള ദുരൂഹതകൾക്ക് അടിസ്ഥാനമായ പല സാധ്യതകളും, ആ സാധ്യതകളിൽ കുറ്റകൃത്യത്തിൻ്റെ മണം കൃത്യമായി പോലീസിന് ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഒരു പക്ഷേ ബോധ്യമാക്കേണ്ടതുണ്ട്. ഷൈൻ അത് ചെയ്തോ അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റകൃത്യമായോ എന്നൊന്നും നമ്മൾക്ക് പറയാനുള്ള ഒരു സാഹചര്യവും ഇപ്പോഴില്ല. പക്ഷേ സംശയാസ്പദമാണ്. ആ സംശയാസ്പദമായ സാഹചര്യം ഷൈൻ ടോം ചാക്കോയുടെ ട്രാക്ക് റെക്കോർഡ് അടക്കം പരിശോധിക്കുന്ന അവിടെ ഉണ്ടാകുന്ന പരിശോധനയുടെ സാഹചര്യം ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണ് ഒരു പക്ഷേ സംശയവും നിഗൂഢതയും വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടം. ഇത് ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട്, ഒരു എക്സെൻട്രിക് സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഓടിയതാണെങ്കിൽ പിന്നീട് ഷൈൻ ടോം ചാക്കോയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ നിൽക്കാം, സ്ഥലത്ത് തന്നെ നിൽക്കാം. ആ സമയം ഓടി മറ്റേതെങ്കിലും ഒരു മനോനിലയിൽ. പക്ഷേ അതല്ല, 1.5 ദിവസത്തോളം അല്ലെങ്കിൽ 2 ദിവസത്തോളം ആളെ കിട്ടാനില്ലാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവുകയാണ്. ഫോണിലോ മറ്റോ ബന്ധപ്പെടാനാകാത്തൊരു സാഹചര്യം. വീട്ടുകാരെടുത്ത് ചെല്ലുമ്പോൾ വീട്ടുകാർക്കും അറിയില്ല എവിടെയാണ് പോയതെന്ന്. അപ്പോൾ ഒരു ഒളിവിൽ സ്വഭാവത്തിലുള്ള ഒന്നാണ്. പക്ഷേ എന്നാൽ നിയമപരമായ ഒളിവിലാണെന്ന് പറയാനുമാകില്ല. കാരണം ഓടി രക്ഷപ്പെടുന്നു, അതിൽ ഒരു ഒഫൻസുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സങ്കീർണത ഈ വിഷയത്തിൽ നിയമപരമായി കൂടി ഉള്ളടങ്ങിയിട്ടുണ്ട്. ഉമേഷ്, അതെ, അത്തരം സങ്കീർണതകളുണ്ട്. കാരണം കേസോ പരാതിയോ ഒന്നും തന്നെ ഷൈനെതിരെ ഇല്ല. ഒരുപക്ഷെ ഷൈൻ ഓടിയത് തന്നെ പോലീസിനെ കണ്ടിട്ടല്ല എന്ന വാദം വേണമെങ്കിൽ ഷൈന് ഉന്നയിക്കാനും കഴിയും. ഇപ്പോൾ പോലീസിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, പോലീസ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നത്. ഷൈൻ പോലീസിനെ കണ്ട് ഇങ്ങനെ ഓടി എന്നുള്ളത്. ഒരുപക്ഷെ ഷൈൻ്റെ ഭാഗം മറ്റൊരു തരത്തിലായിരിക്കാം ഒരുപക്ഷെ വിശദീകരിക്കുന്നത്. മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിൻ്റെ ഭാഗമായി താൻ പോയതായിരിക്കാം, പോലീസിനെ കണ്ടില്ലായിരുന്നു എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ വിശദീകരിക്കുകയുണ്ടാവുക. പക്ഷേ അത് തൃപ്തികരമാകണം. പോലീസിന് കൂടി ആ പറയുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് പോലീസിന് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ 1-2 ചോദ്യങ്ങൾ കൊണ്ട് ഷൈന് വ്യക്തത വരുത്താൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പോലീസും അതിന് തയ്യാറെടുത്തത് അതാണ് ഉമേഷ്. കാരണമെന്ന് പറഞ്ഞാൽ, കാരണം ഈ പോലീസ് റൂമിലെത്തുമ്പോൾ അവിടെ ഷൈൻ ഉണ്ടായിരുന്നില്ല. റൂമിലെത്തുന്നതിന് മുമ്പ് തന്നെ ഷൈൻ പോയി. അപ്പോൾ ഹോട്ടലിൽ മറ്റൊരു ദിശയിലുള്ള പരിശോധനയ്ക്കായി എത്തുമ്പോൾ തന്നെ ഷൈൻ അത് അറിയുന്നു. അതാരാണ് ഷൈനെ അറിയിച്ചത്, അതെന്തിനാണ് അറിയിച്ചത്, അങ്ങനെ തുടങ്ങുന്ന ശാസ്ത്രീയ പരിശോധനകളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട് ഇപ്പോൾ തന്നെ. അതായിരിക്കും ഒരുപക്ഷെ ഏത് രീതിയിൽ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ പൊക്കുന്ന രീതിയിലേക്ക്, അവിടെയൊക്കെ പിടികൂടുന്ന തരത്തിലേക്ക് പോലീസ് പഴുതടച്ച് തന്നെയായിരിക്കും ഈ നോട്ടീസ് അയച്ചതും വിളിച്ചു വരുന്നതും ചോദ്യം ചെയ്യുന്നത്, അല്ലേ ഉമേഷ്? ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് ഏകദേശം. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നതെന്ന് നമുക്ക് അറിയാനാകില്ല, പരിമിതിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഏതെങ്കിലും വിധത്തിൽ ഈ ഓടിയതിനെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് കടന്നു പോകാനാകില്ല. കാരണം വളരെ ശാസ്ത്രീയമായി ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ പരിശോധനയ്ക്കായി പോലീസ് എത്തിയത് എങ്ങനെ അറിഞ്ഞു, അതിനുശേഷം ജനാല വഴി ചാടുന്നു, സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു, അവിടെ പലതും തകരുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും അവിടുന്ന് കുതറി മാറി ഓടി സ്റ്റെയർ കേസ് വഴി പുറത്തേക്ക് പോകുന്നു, അതിനുശേഷം ബന്ധപ്പെടാനാകാതെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു സാധാരണ ഓട്ടമോ മറ്റോ ആയി ചിത്രീകരിച്ച് കടന്നു പോകാനാകില്ല. എന്തിനാണ് എന്ന് സ്പെസിഫിക്കായി കൃത്യമായി കട്ട് ആൻഡ് ട്രേഡായി വിശദീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിലുണ്ട്. 1. 2, അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പോലീസിനെ കബളിപ്പിക്കാനോ വൈരുദ്ധ്യങ്ങൾ നിറച്ച് കടന്നു പോകാനോ ആയാൽ കൂടുതൽ സങ്കീർണമാകും പ്രശ്നങ്ങൾ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ A to Z അതിലേക്ക് ഷൈൻ ടോം ചാക്കോയ്ക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാനാകില്ല ഇതിൽ വിശദീകരണം നൽകാതെ എന്നുള്ള ഒരു വശം അവിടെ കൃത്യമാണ്. ഉമേഷ്, അതെ, അത് കൃത്യമായ ഉത്തരം തന്നെ നൽകാൻ ഷൈന് കഴിയണം. അതിന് കഴിയും എന്നൊരു ആത്മവിശ്വാസം ഷൈനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 10 മണിക്ക് തന്നെ ഷൈൻ വന്നത്. അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് ഈ പോലീസിൻ്റെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടണം എന്നതൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് ഷൈൻ രാവിലെ 10 മണിയോടെ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പോലീസും വളരെ ഗൗരവത്തിൽ കാണുന്നു. അതാണ് സെൻട്രൽ ACP ജയകുമാറിന് പുറമെ നാർക്കോട്ടിക്സ് സെൽ ACPയും ഇവിടെ എത്തിയിട്ടുണ്ട്. 2 പേരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. ഏതാണ്ട് ഒരേ കാര്യം തന്നെയാണ്, ഒരേ സാഹചര്യം സംബന്ധിച്ച് തന്നെയാണ് ഷൈനിൽ നിന്ന് വ്യക്തത തേടുന്നത്. അന്നത്തെ ആ രാത്രി ഇറങ്ങിയോടിയത് എന്തിന്? മാത്രമല്ല, ഈ പോലീസ് സംഘം വരുന്നതിന് മുൻപ് തന്നെ, ഇപ്പോൾ അജിം ഷാ സൂചിപ്പിച്ചതുപോലെ പോലീസ് സംഘം വരുന്നതിന് മുമ്പ് തന്നെ ഷൈൻ ആ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഷൈനെ ഈ പോലീസ് പരിശോധന സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ആ സമയത്ത് ഉള്ള ഷൈനിൻ്റെ ഫോൺ കോൾ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ പോലീസിന് അതിന് ഉത്തരവും കിട്ടിയിട്ടുണ്ടാകും. ആരെയൊക്കെയാണ് ഷൈൻ വിളിച്ചത്, ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഫോൺ കോൾ രേഖകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ തന്നെ അത് ഉണ്ട്. അത് വെച്ചായിരിക്കാം പോലീസ് ഷൈനോട് ചോദിക്കുന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത് പോലീസിന് തൃപ്തികരമാവണം. തൃപ്തികരമായെങ്കിൽ മാത്രമേ ഷൈന് ഈ ചോദ്യം ചെയ്യൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ.
എന്തായാലും 2 ACPമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലെങ്കിൽ ഇപ്പോൾ ഇതാ സൗത്ത് ACP കൂടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത് ദൃശ്യങ്ങളിൽ കാണാം എന്ന് കരുതുന്നു. ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയത് സൗത്ത് ACP P രാജ്കുമാറാണ്. നിലവിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 3 ACPമാർ ഉണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ ACP ജയകുമാർ, സൗത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ P രാജ്കുമാർ, ഒപ്പം നാർക്കോട്ടിക് സെൽ ACP അബ്ദുൾ സലാം. ഈ 3 പേരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഷൈനെ ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് തന്നെയാണ് അദ്ദേഹവും പോയിട്ടുള്ളത്. കൂടുതൽ ഗൗരവമായി തന്നെ ഇതിനെ കാണുന്നു. അതുകൊണ്ടായിരിക്കാം പോലീസും ആ നിലയിൽ തന്നെ കാര്യങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 ACPമാരാണ് ചോദ്യം ചെയ്യലിനുള്ളത് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഒരു ACP കൂടി അവിടേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ വിവിധ വിവരങ്ങൾ ശേഖരിച്ചിട്ട് വിവിധ ദൃശ്യങ്ങൾ, CCTVയുടെ അടക്കമുള്ള ദൃശ്യങ്ങൾ, മറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളിലുള്ള റെക്കോർഡുകൾ, ഇതൊക്കെ ശേഖരിച്ചിട്ടുള്ള ഒരു നീക്കമായിരിക്കും. അതിൽ അത്രത്തോളം ഗൗരവമായ വശങ്ങളുണ്ട് എന്നതാണ് ഈ 3 ACPമാരുടെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളത് ബോധ്യമാക്കുന്നത്.